എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 45-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. സ്നുതകുജഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതിയശോദാസ്തന്യദാ ധന്യധന്യാ. കപടപശുഭമധ്യേ മുക്തഃ സാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. സ്നുതകുജഭരം എന്നാൽ ചുരത്തുന്ന അമ്മിഞ്ഞയോടെ, അങ്കേ ധാരയന്തി മടിത്തട്ടിൽ എടുത്തുവച്ചു. ആരെ? ഭവന്തം ഉണ്ണിക്കണ്ണനെ. തരളമതിസ്തന്യത തരളമായ മനസ്സോടെ മുല കുടിപ്പിക്കുമ്പോൾ, ധന്യധന്യ ധന്യരിൽ ധന്യയായ യശോദ, അതായത് അതിഭാഗ്യവതിയാണ് യശോദാമ്മ എന്ന് പറയാണ്. കപട പശുഭ മായാബാലകനായ, മധ്യേ ഇടയ്ക്ക്, എന്തിൻ്റെ ഇടയ്ക്ക്? മുക്തഃ സാങ്കുരം ഈ അമ്മിഞ്ഞങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഭംഗിയുള്ള ചെറുപുഞ്ചിരിയും. ആരുടെ? തേ അങ്ങയുടെ, ഭഗവാന്റെ. ദശനമുകുള ഹൃദ്യം വക്ത്രം മുളച്ചു വരുന്ന ചെറിയ ഭംഗിയേറിയ പല്ലുകൾ അങ്ങനെ കാട്ടിച്ചിരിക്കുകയാണ്. ആ ഹൃദ്യമായ മുഖം വീക്ഷ്യ കണ്ടിട്ട്, ജഹർഷ പരമാനന്ദം അനുഭവിച്ചു യശോദാമ്മ എന്ന് പറയാണ് ഭട്ടേരിപ്പാട്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അതായത് ഉണ്ണിക്കണ്ണനെ മടിയിലെടുത്തു വെച്ചപ്പോൾ ചുരന്നു വന്നു മുലകൾ. ഈ ചുരന്ന മുലകളോടെ അങ്ങയെ മടിയിലിരുത്തി ദയാപരവശമായ മാനസത്തോടുകൂടി, അതാണ് ഇവിടെ തരളമായ മനസ്സോടെ എന്ന് പറഞ്ഞത്. മുല അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് യശോദാമ്മ. ഇതിലും വലിയ ഒരു ഭാഗ്യം എന്താ? സാക്ഷാൽ സർവലോകമഹേശ്വരനായ കൃഷ്ണന്, അവതാരം എടുത്ത ഉണ്ണിക്കണ്ണന് ഇത്തിരി മുല കൊടുക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഇവിടെ യശോദാമ്മ ധന്യരിൽ ധന്യയാണ് എന്ന് പറയുന്നത്. ഈ അമ്മിഞ്ഞങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ മായാബാലകനായ അങ്ങയുടെ മുഗ്ധഹാസം, അതായത് ആ കുഞ്ഞു കുഞ്ഞു പല്ലുകൾ കാണിച്ചുള്ള ആ ചിരി, അതാണ് മുഗ്ധഹാസം സ്ഫുരിക്കുന്ന കുസുമ മുകുളോപമങ്ങളായ എന്ന് പറയുന്നത്. അതായത് വിരിഞ്ഞിട്ടില്ലാത്ത ചെറിയ മുട്ടുകളുണ്ടല്ലോ, വെളുത്ത കളറിലുള്ള, അതുപോലത്തെ ചെറിയ ചെറിയ ഭംഗിയുള്ള പല്ലുകൾ കാണിച്ച് അങ്ങനെ ചിരിക്കുകയാണ് ഭഗവാൻ മടിത്തട്ടിലിരുന്നിട്ട്. ആ ചെറുദന്തങ്ങൾ കാട്ടി ചിരിക്കുന്ന കോമളവദനത്തെ നോക്കി അങ്ങയുടെ മാതാവ് അത്യാനന്ദം അനുഭവിച്ചു, അതായത് പരമാനന്ദം അനുഭവിച്ചു എന്ന് വിസ്തരിച്ചങ്ങനെ വർണ്ണിക്കുകയാണ് ഭട്ടേരിപ്പാട്. ഹരേ കൃഷ്ണ.